ചൈന നിർമ്മിക്കുന്ന അണക്കെട്ട് ഏറ്റവും കൂടുതൽ ഭീഷണിയാകുന്നത് ഇന്ത്യക്കും ബംഗ്ലാദേശിനുമാണ്. മുന്നറിയിപ്പ് നൽകി ചൈനീസ് ശാസ്ത്രജ്ഞർ രംഗത്ത്. ബ്രഹ്മപുത്ര നദിയിലാണ് ചൈന ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് നിർമ്മിക്കാൻ ഒരുങ്ങുന്നത്. ചൈനയുടെ ഈ അണക്കെട്ട് പദ്ധതി താഴെത്തട്ടിലുള്ള ഇന്ത്യക്കും ബംഗ്ലാദേശിനും വലിയ സുരക്ഷാ ഭീഷണിയാകുമെന്ന് നേരത്തെ തന്നെ ആശങ്കകൾ പുറത്തുവന്നതാണ്. ബ്രഹ്മപുത്ര നദിയിൽ ചൈന നിർമ്മിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് പദ്ധതി കടുത്ത പ്രകൃതിദത്ത ഭീഷണികൾ ഉയർത്തുന്നതായി തന്നെ ചൈനീസ് ശാസ്ത്രജ്ഞർ തന്നെയാണ് മുന്നറിയിപ്പ് നൽകുന്നത്. ചൈനീസ് ഗവൺമെന്റിന്റെ കീഴിലുള്ള ജിയോളജിക്കൽ സർവേയുടെ മേൽനോട്ടത്തിൽ ഒരു കൂട്ടം ശാസ്ത്രജ്ഞരാകട്ടെ ഭൗമ ശാസ്ത്രജ്ഞർ അവർ നടത്തിയ പഠനത്തിനിടയിലാണ് ഈ നിർണായക വിവരങ്ങൾ പുറത്തുവരുന്നത്. ടിബറ്റനിലെ മേഡോക് കൗണ്ടറിലുള്ള ഈ ഒരു മെഗാ ഡാം പ്രദേശം അതീവ അപകടകരമായ ഒരു ഭ്രാന്ത പ്രദേശമായി തന്നെ അല്ലെങ്കിൽ ശേഖരയ്ക്ക് മുകളിലാണ് എന്ന് സ്ഥിതി ചെയ്യുന്നത്. അതേപോലെ തന്നെ ഐസ് ഏജ് അഥവാ മഞ്ഞുമല യുഗം മുതൽ തന്നെ സജീവമായ പൈഷൻ ഫ്ലോട്ട് ഈ നിർമ്മാണ മേഖലയിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ അണക്കെട്ടിന്റെ ഘടനയ്ക്കും സുരക്ഷയ്ക്കും വലിയ വെല്ലുവിളിയാണ് ഇത് ഉയർത്തുന്നതും. ചൈനയിലെ മറ്റ് യൂണിവേഴ്സിറ്റികളിൽ നിന്നും കൊണ്ട് ഈ ഗവേഷണം ഉൾപ്പെടെ തന്നെ വലിയ രീതിയിൽ തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടിലൂടെയാണ് ഈ ഒരു ആശങ്ക ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഏകദേശം $167 ബില്യൺ ചിലവിൽ ചൈന കഴിഞ്ഞ വർഷം നിർമ്മാണം ആരംഭിച്ച ഈ അണക്കെട്ട് നിലവിലുള്ള 3 ഗ്രോസ് ആ ഒരു ഡൈമെൻഷന്റെ 3 ഇരട്ടിയായി തന്നെ ശേഷിക്കുന്നതാണ്. എന്നാൽ മറ്റ് രീതിയിൽ ഇത് സജീവമായ ചില ചലനങ്ങൾ കാരണം തന്നെ ഈ പ്രദേശത്ത് പാറകളുടെ ഉറപ്പ് കുറയുകയും അവ എളുപ്പത്തിൽ തന്നെ തകരുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്തതോടുകൂടിയാണ് ഇത്തരത്തിലൊരു ആശങ്ക അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പഠന റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കൂടാതെ തന്നെ അണക്കെട്ടിനായി തന്നെ വെള്ളം സംഭരിക്കുന്നതോടുകൂടി തന്നെ ഇരുവശങ്ങളിലേക്കുമുള്ള ദുർബലമായ മലനിരകൾ ഇടിഞ്ഞു വീഴാൻ വലിയ സാധ്യതയുണ്ട്. ഹിമാലയൻ മേഖലകളിൽ ഇന്ത്യൻ ഫ്ലോട്ടും യൂറോപ്യൻ ഫ്ലോട്ടും തമ്മിൽ അത് നിരന്തരം തന്നെ കൂട്ടിമുട്ടുന്ന ഒരു ഭാഗത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 2017 തന്നെ ടിബറ്റനിലെ മിലിനിൽ ഉണ്ടായ 6.9 തീവ്ര രേഖപ്പെടുത്തിയ ഭൂകമ്പം ഈ ഒരു ഭ്രംശരേഖ ഇപ്പോഴും സജീവമാകുന്നതിന്റെ തെളിവാണ് എന്നതാണ് ശാസ്ത്രജ്ഞർ ചൂണ്ടിക്കാണിക്കുന്നത്. വെള്ളം നിറയ്ക്കുന്നതോടുകൂടി തന്നെ വലിയ തോതിലുള്ള മണ്ണിടിച്ചിലും ഭൂകമ്പങ്ങളും ഇത് കാരണം ഉണ്ടായേക്കാനും സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ചൈനയുടെ ഈ അണക്കെട്ട് പദ്ധതി താഴെത്തട്ടിലുള്ള ഇന്ത്യക്കും ബംഗ്ലാദേശിനും വലിയ സുരക്ഷാ ഭീഷണിയാകുമെന്ന് നേരത്തെ തന്നെ ആശങ്കകൾ പുറത്തു വന്നിരുന്നു. അരുണാചൽ പ്രദേശത്ത് അതിർത്തിയോട് ചേർന്നുള്ള ഗ്രേറ്റ് ബ്രൺ എന്ന ആ ഒരു വളവിലാണ് ഈ ഒരു അണക്കെട്ട് വരുന്നത്. ഇതൊരു ടൈം ബോംബ് പോലെയാണ് എന്ന് അരുണാചൽ മുഖ്യമന്ത്രി ആകട്ടെ അവിടെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഉൾപ്പെടെ തന്നെ ഇപ്പോൾ ചൈനീസ് ശാസ്ത്രജ്ഞർ തന്നെ അണക്കെട്ടിന്റെ അപകട അവസ്ഥ അവിടെ സ്ഥിരീകരിച്ചതോടുകൂടി തന്നെ ഇന്ത്യയുടെ ആശങ്കകൾക്ക് ഇപ്പോൾ കൂടുതൽ ബലം കൈവന്നിരിക്കുകയാണ്. ഭൂകമ്പമോ മണ്ണിടിച്ചിലോ മൂലം അണക്കെട്ടിന് ഏതെങ്കിലും തകരാർ സംഭവിച്ചാൽ വൻതോതിൽ വെള്ളം ആസാമിലേക്കും ബംഗ്ലാദേശിലേക്കും ഒഴുകിയെത്തുമെന്നും കോടിക്കണക്കിന് ആളുകളുടെ ജീവനും സ്വത്തിനും ഇത് ഭീഷണിയാകുകയും ചെയ്യുമെന്നതാണ് വ്യക്തമാക്കുന്നത്. ഈ സാഹചര്യത്തിൽ നിർമ്മാണ ഘട്ടത്തിൽ കടുത്ത സുരക്ഷാ മുൻകരുതലുകൾ എടുക്കണമെന്നതാണ് ശാസ്ത്രജ്ഞർ ഇവിടെ സർക്കാരിനോടായി തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.